മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് ആരാണ്? പലരും ഹമാസ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു സൈന്യമുണ്ട്. അതാണ് ലബനനിലെ ഹിസ്ബുള്ളകൾ. വെറുമൊരു സായുധ സംഘടന എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ സൈന്യത്തെക്കാൾ കരുത്തുള്ള ഹിസ്ബുള്ള എങ്ങനെയാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത്? ആ ചരിത്രവും കരുത്തും നമുക്കൊന്ന് പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ പോലും ഒന്നിരുത്തി ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് പലസ്തീനിലെ ഹമാസ് മാത്രമല്ല. അതിനേക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ള അത്യാധുനിക മിസൈലുകളാൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു നിഴൽ സൈന്യം ലബനൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഹിസ്ബുള്ളകൾ. ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനകളിൽ ഒന്നായ ഹിസ്ബുള്ളയെ വെറുമൊരു ഭീകര സംഘടനയായി കാണാൻ ഇസ്രയേലോ അമേരിക്കയോ തയ്യാറല്ല. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ അച്ചടക്കവും വിഭവങ്ങളുമുള്ള ഇവർ എങ്ങനെയാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത്? ലബനന്റെ മലനിരകൾക്കിടയിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതും വിശദമായി പരിശോധിക്കാം. ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഹിസ്ബുള്ള എന്ന വാക്കിനർത്ഥം. 1982 ഇസ്രയേൽ ലബനൻ ആക്രമിച്ചപ്പോഴാണ് ഈ സംഘടനയുടെ വിത്ത് മുളയ്ക്കുന്നത്. ലബനന്റെ തെക്കൻ മേഖല പിടിച്ചടക്കിയ ഇസ്രയേൽ സൈന്യത്തെ തുരത്താൻ രൂപം കൊണ്ട ഒരു ചെറിയ പ്രതിരോധ സംഘമായിരുന്നു ഇത്. ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ഹിസ്ബുള്ളയ്ക്ക് തുടക്കം മുതലേ ഇറാന്റെ ശക്തമായ പിന്തുണ ലഭിച്ചിരുന്നു. വെറുമൊരു തോക്കുധാരികളുടെ കൂട്ടമായിരുന്ന ഹിസ്ബുള്ള ഇന്ന് ലബനനിലെ നിർണായക രാഷ്ട്രീയ ശക്തിയും ലോകത്തെ ഏറ്റവും വലിയ പ്രോക്സി സൈന്യവുമായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ കുറിച്ച് പറയുമ്പോൾ ഇറാനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇറാന്റെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഈ സംഘടനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് ഇറാൻ തന്നെയാണ്. പ്രതിവർഷം $100 മില്യൺ ഇറാൻ ഇവർക്കായി ചെലവാക്കുന്നത്. വെറും പണം മാത്രമല്ല, അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും സൈനിക പരിശീലനവും നൽകുന്നതും ഇറാൻ തന്നെയാണ്. ഇറാന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായാണ് ഹിസ്ബുള്ള കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായുള്ള ഒരു യുദ്ധമെന്നാൽ അത് ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിനും തുല്യമാണ്. ഹിസ്ബുള്ളയെ ഇസ്രയേൽ ഇത്രയധികം ഭയക്കാൻ കാരണം അവരുടെ കൈവശമുള്ള 15 ലക്ഷത്തിലധികം വരുന്ന റോക്കറ്റുകളും മിസൈലുകളുമാണ്. ഇസ്രയേലിന്റെ അഭിമാനമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന് പോലും ഒരു പരിധിയിലധികം ഈ മിസൈലുകളെ തടയാൻ കഴിയില്ല. ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ അയച്ച് ഇസ്രയേലിന്റെ നഗരങ്ങളെ നിശ്ചലമാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. അവയിൽപ്പെട്ട ചിലതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫതഹ് 1110. 300 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ ഏതു ഭാഗത്തും കൃത്യമായി പതിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് ആന്റി ഷിപ്പ് മിസൈലുകൾ. കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഇസ്രയേലിന്റെ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള യാക്കോൺ മിസൈലുകൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒന്നാണ് ഡ്രോൺ കരുത്ത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച 100 കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ചാവേർ ആക്രമണം നടത്താനും ഹിസ്ബുള്ളകൾക്ക് എളുപ്പം കഴിയും. ഹമാസിനേക്കാൾ എത്രയോ മടങ്ങ് വലുതും സങ്കീർണവുമായ തുരങ്ക ശൃംഖല ലബനനിലെ മലനിരകൾക്കിടയിൽ ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുണ്ട്. ഈ തുരങ്കങ്ങൾ വെറുമൊരു ഒളിത്താവളം മാത്രമല്ല, മറിച്ച് ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള റോഡുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും വൈദ്യുതി നിലയങ്ങളും പോലും ഇതിനുള്ളിലുണ്ട്. ഇസ്രയേൽ വായുസേനയുടെ എത്ര വലിയ ബോംബാക്രമണത്തെയും അതിജീവിക്കാൻ ഈ തുരങ്കങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മലയുടെ ഒരറ്റത്ത് നിന്ന് മിസൈൽ അയച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ ലോഞ്ചറുകൾ ഈ തുരങ്കത്തിനുള്ളിലേക്ക് മാറ്റാൻ അവർക്ക് കഴിയും. ഈ രഹസ്യ തുരങ്കങ്ങളുടെ കൃത്യമായ ഭൂപടം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് പോലും ഇന്നും ഒരു വെല്ലുവിളിയാണ്. 2006 ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്ന 34 ദിവസത്തെ യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ ഗറില്ല പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ സൈന്യമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് ലബനനിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. തങ്ങളുടെ നൂതനമായ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് ഇസ്രയേലിന്റെ മെർക്കാവ ടാങ്കുകളെ വരെ തകർക്കാൻ അന്ന് ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു. ഈ യുദ്ധത്തിനു ശേഷം തങ്ങൾ 10 ഇരട്ടി ശക്തി ആർജിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയെ നയിക്കുന്നത് ഹസൻ നസ്രുള്ള എന്ന വ്യക്തിയാണ്. ലബനനിലെ സാധാരണക്കാരായ ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു ഹീറോയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗവും ഇസ്രയേൽ ഭരണകൂടം അതീവ ജാഗ്രതയോടെയാണ് ശ്രദ്ധിക്കുക.
ഇസ്രയേലിനെതിരെയുള്ള മാനസിക യുദ്ധത്തിൽ അഥവാ സൈക്കോളജിക്കൽ വാർഫെയറിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. തന്റെ വാക്കുകൾ കൊണ്ട് ഇസ്രയേൽ ജനതയിൽ ഭീതി നിറയ്ക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതാണ് അതിലെ വസ്തുത. വാസ്തവത്തിൽ ഹെസ്ബുള്ള വെറും ഒരു സായുധ സംഘം മാത്രമല്ല. ലബനനിൽ അവർക്ക് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, സ്വന്തമായി TV ചാനലുണ്ട്, വാർത്താ പോർട്ടലുകളുണ്ട്. ലബനൻ പാർലമെന്റിൽ അവർക്ക് വലിയ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ലബനൻ സർക്കാരിന് ഹെസ്ബുള്ളയെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിനകത്തെ മറ്റൊരു സമാന്തര രാജ്യം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിൽ ഇന്ന് നേരിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായാൽ അത് വെറും ഒരു ലബനൻ ഇസ്രയേൽ പോരാട്ടമായിരിക്കില്ല. ഒപ്പം ഇറാൻ കൂടി നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാൻ പോലും ഇത് കാരണമായേക്കാം. അങ്ങനെയെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിക്കാൻ എത്തേണ്ടി വരും. ഇത് ഒരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം തന്നെ ഇട്ടേക്കാം. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്ന സ്വപ്നത്തിന് മുന്നിൽ ഹെസ്ബുള്ള ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്.